ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ഈ ഈശോയുടെ നാമത്തിൽ നേരുക. ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ പഠിപ്പിച്ച ഒരു ഉപമയാണ്. രണ്ടുപേര് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയത്, ഫരീസേനും ചുങ്കക്കാരനും. ഫരീസയൻ ദേവാലയത്തിലേക്ക് കയറി നിന്നിട്ട് അവൻ്റെ ക്രെഡിറ്റുകളെല്ലാം പറയുകയാണ്. ഞാൻ ആഴ്ച 2 ദിവസം ഉപവസിക്കുന്നു, എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, അവൻ പറഞ്ഞോട്ടെ. ചുങ്കക്കാരനോ വചനം ഇപ്രകാരം പറയുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 18-ാമത്തെ അധ്യായം 13-ാം തിരുവചനം. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. അവനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, ദൈവത്തിന് നേരെ നോക്കാൻ പറ്റുന്നില്ല. അവൻ മാറത്തിട്ട് അടിക്കുക, എന്നിട്ട് കരുണയായിരിക്കും പ്രാർത്ഥിക്കുക. മുമ്പ് പറഞ്ഞവൻ്റെ ഒരു ക്രെഡിറ്റും പറയാൻ പറ്റുന്നില്ല, ദേവാലയത്തിൻ്റെ അകത്തോട്ടും കയറാൻ പറ്റും, നോക്കാനും പറ്റുന്നില്ല. പക്ഷെ അവസാനം പറയുന്നത് ഇവൻ നീതീകരിക്കപ്പെട്ടു എന്നാണ്. പ്രിയ സഹോദര സഹോദരി, ആത്മീയ അഹന്തകളും ചിലപ്പോൾ നമ്മളൊക്കെ കയറി പിടിക്കാം. എനിക്കിതൊക്കെ ഉണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ ആവും, എന്നെ ദൈവം ഇത്രത്തോളം അനുഗ്രഹം, എനിക്ക് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റുകളുണ്ട്, എൻ്റെ കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിക്കുന്നവർ, അനുഗ്രഹം ഞങ്ങളുടെ കൂടെ, ഞങ്ങളെല്ലാം പള്ളിയിൽ പോകുന്നവരാ. നീ എന്തിനൊക്കെ ആശ്രയിക്കുക, എന്തൊക്കെ ചേർത്ത് പിടിക്കുന്നോ, നീ ഇങ്ങനെ തന്നെ നിൽക്കും. മറുപുറത്ത് നിന്ന് ഇതൊന്നും ഇല്ലാത്തവർ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഓടുന്ന കാണും. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, നീ വാക്കുകളും പ്രവൃത്തികളും ഇതെല്ലാം സംശീകരിച്ച് വയ്ക്കുമ്പോൾ മറ്റേ വ്യക്തി വിലാപത്തിൽ ചേർത്ത് വയ്ക്കുന്നു. വിലാപത്തിൽ ചേർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ചേർത്ത്. ബുദ്ധിയല്ല, ചുറ്റുപാടുകളല്ല, നേട്ടങ്ങളല്ല, ശക്തിയല്ല, ഹൃദയമാണ് ഉണരേണ്ടത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം ഉണരുന്നത്, ദൈവസ്തുതികൾ വരേണ്ടത്, ദൈവത്തിലേക്കുള്ള സ്നേഹം ചിതറിക്കപ്പെടേണ്ടത്, ദൈവം ഒഴുക്കപ്പെടേണ്ടത്, സ്നേഹം ഒഴുക്കപ്പെടേണ്ടത്. നോമ്പുകാലം ഹൃദയത്തെ ഉണർത്താനുള്ള കാലഘട്ടമാണ്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കാര്യങ്ങൾ കൊടുക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട്, മഹത്വത്തിൻ്റെ ശൈലികളെല്ലാം മാറ്റിവെച്ചിട്ട് എളിമയുടെ ശൈലി സ്വീകരിക്കുവാനായിട്ട്, അങ്ങനെ നിന്റെ സ്നേഹത്തെ സാംശീകരിച്ചെടുക്കുവാനും കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട് സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ